തീർച്ചയായും നമുക്കൊപ്പം ആദിൽ കൂടി ചേരുകയാണ്. ആദിൽ, SFI ശക്തമായ ഭാഷയിൽ തന്നെ ഇന്നിപ്പോൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ആ അമ്മാവൻ വിശ്വംഭരൻ നമ്മളോട് സംസാരിച്ചു. SFIയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് നിതിൻ എന്ന് പറഞ്ഞു. നമ്മളെ കലാലയങ്ങളിൽ ഒക്കെയും അല്ലെങ്കിൽ ഇങ്ങനെ വിദ്യാർത്ഥികൾ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു, ആ ഘട്ടങ്ങളിലൊന്നും ഇടപെടലുകൾ നടത്തുന്നില്ല. ഈ നിതിനും വലിയ രീതിയിൽ റാഗിങ്ങിനിരയായി. അത് വീട്ടുകാരെ അറിയിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നിതിൻ തന്നെ വീട്ടിൽ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം തുടർച്ചയായി അധ്യാപകരിൽ നിന്നുണ്ടാകുന്ന ഈ അനുഭവം അത് പങ്കുവെക്കേണ്ടവരോടൊക്കെ പറയുന്നു, പരാതി നൽകുന്നു. ആ പരാതി പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇടപെടലുകൾ ഉണ്ടാകാതെ പോകുന്നത്? സംരക്ഷിക്കാനായില്ല ആർക്കും എന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയല്ലേ? ചെറുത്തുനിൽപ്പ് അതിൻ്റെ മാക്സിമം നിതിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ നിതിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കലാലയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോ നമുക്കറിയാം, നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഏറ്റവും വിദ്യ പകർന്നു നൽകേണ്ട കലാലയങ്ങളിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഘാതകരാകുന്ന കേന്ദ്രങ്ങളായി മാറുന്നത് തീർത്തും നമ്മുടെ നാടിന്റെയും സംസ്ഥാനത്തിന്റെയും എല്ലാം വിദ്യാഭ്യാസ രംഗത്ത് നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇപ്പൊ ഇവിടെ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിനകത്ത് നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി നേരിട്ടിട്ടുള്ള സമാനതകളില്ലാത്ത പീഡനങ്ങളെ കുറിച്ച് ആ വിദ്യാർത്ഥിയുടെ തന്നെ വോയിസുകൾ മുഴുവൻ നമ്മളിപ്പോ ഒന്ന് കേരളം മുഴുവൻ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തന്റെ അധ്യാപകന്റെ ഭാഗത്തു നിന്ന്, ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ HOD ആയിട്ടുള്ള റാം എന്ന് പറയുന്ന അധ്യാപകൻ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സ്റ്റാഫ് റൂമിൽ ഉൾപ്പെടെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കാണ് ഇരയാക്കപ്പെട്ടത് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. തീർത്തും ഒരു വിദ്യാർത്ഥിയോട് അധ്യാപകൻ പറയാൻ പാടില്ലാത്ത ഭാഷയിൽ ജാതി വെറിയുടെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും എല്ലാം വാക്കുകൾ ഊന്നിക്കൊണ്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സാക്ഷിയെ, ഒരു വിദ്യാർത്ഥിയുടെ ആത്മധൈര്യത്തെ ചോർത്തിക്കളയുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് ആ ഡെന്റൽ കോളേജിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് നിതിൻ രാജിന്റെ വീട്ടിൽ പോയി പറഞ്ഞത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നുള്ളതാണ്. കേവലം ഒരു ആത്മഹത്യയാണെന്ന് ഒതുക്കി തീർക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും